നമ്മുടെ ലോകത്തിൽ ഏതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, അതിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഉക്രൈൻ റഷ്യ ആയിക്കോട്ടെ, ഇസ്രായേൽ പാലസ്തീൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരൊക്കെ എപ്പോഴൊക്കെ യുദ്ധത്തിന് പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ ജയിക്കുന്ന ഒരു ടീമുണ്ട്. അതായത് ഏത് രാജ്യം ആയിക്കോട്ടെ പ്രശ്നമില്ല, ജയിക്കുന്നത് ഇവരായിരിക്കും. അതേതാ ടീം എന്നറിയോ? പൊളിറ്റീഷ്യനോ ആ രാജ്യത്തെ നാട്ടുകാരോ ഒന്നുമല്ല, ഇത് വേറെ തന്നെ ഒരു ടീമാണ്. ഇവരിനെ വിളിക്കുന്ന പേരാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്. ബേസിക്കലി കുറെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആണ് ഇതിന്റെ അണ്ടറിൽ വരുന്നത്. മനസ്സിലാക്കിയ എളുപ്പത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ തന്നെ എടുക്കാം. നമ്മുടെ പെഹൽഗാമില് ടെററിസ്റ്റ് അറ്റാക്കിന് ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന് നമ്മളൊന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 26 റഫേൽ എയർക്രാഫ്റ്റ്സ് ഫ്രാൻസിൽ നിന്ന് മേടിക്കാനും അതുപോലെ ഈ നേവിക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്ന് കുറെ ടെക്നോളജി മേടിക്കാൻ 26 റഫേലിന് $7.6 ബില്യൺ ആണ് നമ്മൾ കൊടുക്കുന്നത്. 64,000 കോടി രൂപയായിട്ട് വരും കൺവേർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ അമേരിക്ക ആയിട്ടുള്ള ഡീല് $131 മില്യൺ ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 1,000 കോടി രൂപയായിട്ട് വരും. മൊത്തത്തിൽ 65,000 കോടി രൂപന്റെ ചെലവാണ് നമുക്ക് ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം. അപ്പൊ അതിനിപ്പോ എന്താ, നമ്മൾ ഫ്രാൻസിലെ ഗവൺമെന്റിന്റെ അടുത്തല്ലേ ഡീൽ സൈൻ ചെയ്ത് എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നിങ്ങൾ അവർ പറ്റിക്കുന്നത്. ഡെസോ ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ് റഫേൽ വിമാനങ്ങൾ ഉണ്ടാക്കുന്നത്. അതേപോലെ അമേരിക്കൻ കമ്പനീസ് ഇഷ്ടം പോലെ ഉണ്ട്. ലോക്കീഡ് മാർട്ടിൻ, RTS കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് പേരുണ്ട് അവർക്ക്. ഒരു ഗവൺമെന്റ് മൊത്തത്തിൽ ഇരുന്നിട്ട് ഒരു പ്ലെയിൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടാക്കുകയോ ചെയ്യില്ല. അവരെല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്. അമേരിക്ക ഉക്രൈന് $1 ബില്യൺ കൊടുത്തു എന്നൊക്കെ പറയില്ലേ, ഇത് ചുമ്മാ പൈസ ആയിട്ട് കൊടുക്കുകയല്ല, എക്യുപ്മെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത്. അമേരിക്കൻ ഗവൺമെന്റ് അമേരിക്കൻ കമ്പനീസിന് കൊടുക്കും, അത് ആ എക്യുപ്മെന്റ്സ് അവർ ഉക്രൈനിക്ക് എത്തിക്കും. ആർക്കാണ് അവിടെ ലാഭം? കമ്പനീസിന്. ഇനി മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഡേഞ്ചറസ് ആവണം. അവർ കളി കളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഒരു എക്സാമ്പിളോടെ പറഞ്ഞുതരാം, എളുപ്പം അത് മനസ്സിലാവും. നിങ്ങളൊരു ഹോസ്പിറ്റൽ ഓണറാന്ന് വിചാരിക്കുക, ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ഓണർ. ഒരുത്തൻ രാവിലെ എനിക്ക് വന്ന് പറയാണ് ന്യൂസിൽ, ഞാനൊരു വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്യാൻസറിന്, നാളെ മുതൽ അത് മാർക്കറ്റിലെത്തും, മറ്റന്നാൾ മുതൽ ഇനി ക്യാൻസർ പേടിക്കണ്ട എന്ന് പറയാണ്. നിങ്ങളൊരു 1,000 കോടി മുടക്കിയിട്ടായിരിക്കും ഹോസ്പിറ്റൽ പണിത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യും? അയാളെ അങ്ങോട്ട് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും അസുഖം ഇല്ലാതെ എല്ലാവരും സമാധാനമായിട്ട് പോവുകയാണെങ്കിൽ ഇത്തരം കമ്പനികൾ എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഇവർക്ക് എന്ത് വേണം? എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം, എന്നാലല്ലേ ഇതൊക്കെ വിറ്റുപോളൂ. ഇല്ലെങ്കിൽ ഇതൊക്കെ ആര് മേടിക്കാനാണ്? സംഭവം പിടികിട്ടെന്ന് വിചാരിക്കുന്നു. ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് ഫോളോ ചെയ്തിട്ടോ.